സത്യമായിട്ട് അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു. വീഡിയോ മേരെ പാസ് വീഡിയോ ഈ മിററിന്റെ കൂടെ ഞാൻ ഈ മിററിലൂടെ ബാക്കില് വണ്ടി പറഞ്ഞ നോക്കിയപ്പോ ഇവിടെ ഇരുന്നവള് പറയണ ഞാൻ അവളെ നോക്കിക്കൊണ്ടിരിക്കണെന്ന്. സീൻ ദ മിറർ. ओके पुलिस में बात करेगा. पुलिस आने का टाइम तो जाओ. पुलिस पुलिस आएगा तो तू जाओ. पुलिस आने का तू जाओ. प्रॉब्लम नहीं है. पुलिस आने का तू जाओ. ഹലോ ഗൈസ്, ഒരു കാര്യം പറയാനായിട്ടായിരുന്നു ഞാൻ വന്നത്. ഇന്ന് റാപ്പിഡോ ഓടുന്ന, ഇല്ലെങ്കിൽ യൂബർ ഓടുന്ന, ഇല്ലെങ്കിൽ ഓട്ടോ ഓടുന്ന എല്ലാവർക്കും എനിക്ക് ഈ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിപ്പം പ്രതികരിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ഒരു വീഡിയോ എനിക്ക് എത്തിക്കണം എന്ന് തോന്നുന്നത്. ഒരുപാട് പേർക്ക് വന്നിട്ടുണ്ടായിരിക്കും, അറിയത്തില്ല. ഇന്ന് എനിക്ക് നമ്മുടെ കുളത്തൂര് നിഷിന്റെ അവിടെ നിന്ന് ഒരു ഓട്ടം കിട്ടി, ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ അവിടെ പോകാൻ വേണ്ടിയിട്ട്. ഓട്ടം കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ എന്ത് ചെയ്തു, അവരെ പോയി കസ്റ്റമറിനെ റാപ്പിഡോയിലായിരുന്നു പിക്ക് ചെയ്തു. നമ്മുടെ ചാക്കയാണ്, വൈകിട്ട് 5 മണിക്കുള്ള ബ്ലോക്കുള്ള ഏരിയയാണ്. കള്ളം പറയുന്നതല്ല ബ്രോ, ഇത് കേൾക്കുന്ന ആരായാലും. വണ്ടി വരുന്നു, ഒരു മിനിറ്റ്. ബ്ലോക്കുള്ള സ്ഥലമാണ്. അപ്പൊ എന്റെ താണ്ട ഞാൻ രാവിലെ നമ്മൾ ഒരുക്കി സെറ്റ് ചെയ്താൽ മാറ്റത്തില്ല. ഇതാണ്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇത് കണ്ടല്ലോ, എന്റെ ഇത് ഇത്രയും ക്ലോസിൽ വന്നാലേ ഈ ബാക്കിലിരിക്കുന്നവരെ എനിക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ എന്റെ ഫേസ് ഇവിടം വരെ ഇത്രയും വരണം. എന്നാൽ ഞാൻ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ വെച്ച് എന്റെ ഈ പൊക്കത്തിനെ എനിക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കമ്പിയാണ് കാണുന്നത്, ഇവിടത്തെ ഈ കമ്പി. അത് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിലുള്ള എന്റെ ഡ്രൈവർ സീറ്റ്, ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികളാണ് എനിക്ക് ഈ ഒരു ലൈനിൽ വെച്ച് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇവിടെ ഒരു പെൺകുട്ടിയുണ്ട്, ഇവിടെ അവരെ അമ്മയും 3 പെൺകുട്ടികളുണ്ടായിരുന്നു. 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പം ചാക്കര സ്വാഭാവികം നമ്മൾ വണ്ടി ഓട്ടിക്കുന്നവരെല്ലാവരും തിരിഞ്ഞു നോക്കത്തില്ല, 2 മിറർ നോക്കി തന്നെയാണ് വണ്ടി ഓട്ടിക്കുന്നത്. 2 മിറർ നോക്കി ഞാൻ വണ്ടി ഓട്ടിച്ചു വരുന്നു. ചാക്ക പാല ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവർ പെട്ടെന്ന് എൻ്റെ അടുത്ത് നീ എന്തിനാ എന്നെ നോക്കുന്നതെന്ന്. ഞാൻ സത്യം പറഞ്ഞ ഷോക്കായിപ്പോയി. ഞാൻ ചോദിച്ചു എന്തുവാ. അപ്പൊ ഇവളോടെ നീ എന്തിനാ ചുമ്മാ എന്നെ കണ്ണാടി കൂടെ നോക്കുന്നതെന്ന് കേട്ടപ്പോൾ ഞാൻ ഓൺ ദ സ്പോട്ട് ഞാൻ വണ്ടി ചവിട്ടി നിർത്തിയിട്ട് പറഞ്ഞ് ഇറങ്ങാൻ പറഞ്ഞു. കാരണം അത് ഭയങ്കരമായിട്ട് നമ്മളെ തീരെ ഇതാക്കിയിട്ടുള്ള ഒരു സംസാരമാണ്, മനസ്സിലായില്ലേ. അപ്പൊ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞിട്ട് അവിടെ വെച്ച് അവര് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിന്നിട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് അവള് പറയാ മറ്റേ ആൾക്കാരെല്ലാം അപ്പോഴഞ്ഞ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇവര് മറ്റേ ഭയങ്കരമായിട്ട്. ഞാൻ പറഞ്ഞു നമുക്ക് സ്റ്റേഷനിലോട്ട് പോവാം, കാരണം എന്റെ പുറത്ത് തെറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, സ്റ്റേഷനിലോട്ട് പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവര് ഇല്ല. ഉടനെ ഞാൻ വീഡിയോ എടുത്തു, പെണ്ണാണ് നമുക്ക് എന്തും ആവാം, ഞാൻ വീഡിയോ എടുത്തു തുടങ്ങി. അപ്പൊ അവള് പറയാ ഞാൻ അവളെ സീരിയസ് ആയിട്ട് വൾഗറായിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും അല്ല ആ പെൺകുട്ടി ഇട്ടിരുന്നത്. തുറന്നു പറയാനല്ല, വൾഗറായിട്ടുള്ള ഒരു ഡ്രസ്സ് പോലും അല്ല. അവര് 3 പേരും നല്ല നീറ്റായിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേണ്ട ഇവിടം വരെ ഇത്രേ ഉള്ളൂ. ഇതൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല, മനസ്സിലായില്ല. അത്രയും നീറ്റായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിരിക്കുന്നിടത്ത് നമ്മൾ നമുക്കെന്തോ അമ്മയില്ലേ, പെങ്ങളില്ലേ, ഇല്ലെങ്കിൽ സഹോദരിയോ. ഈ ആട്ടയില് ഇഷ്ടംപോലെ പെൺകുട്ടികൾ കയറുന്നത് തന്നെയാണ്, ഇഷ്ടംപോലെ പേര്. ഞാൻ ചിലപ്പോൾ കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് പേര് കാണും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു അനുഭവം എന്റെ വണ്ടിയിൽ കയറിയിട്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ആരെങ്കിലും ഇവിടെ ഒന്ന് പറയട്ടെ, ഞാൻ സമ്മതിച്ചു കൊടുക്കാം. ഇന്ന് അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. ഇവള് അവിടെ നിന്നിട്ട് എല്ലാവരുടെ അടുത്ത് പറയാം ഞാൻ ഹറാസ്മെന്റ് ചെയ്യുന്നു, ഞാൻ അവളെ കണ്ണാടി കൂടെ അവളെ ചെസ്റ്റിൽ നോക്കിക്കൊണ്ടിരുന്നു എന്നല്ല പറയാം. അപ്പോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവളും വീഡിയോ എടുത്തു. നാളെ ഒരു സമയത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ, നാളെ അവള് ഇനിയിപ്പോ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് അവൻ മറ്റേ ഓട്ടോ ഓടുന്നവരൊക്കെ ഇങ്ങനെയാണ് ഇവിടെ വന്നപ്പോ തിരുവനന്തപുരത്ത് വന്നപ്പോൾ ഉള്ള അനുഭവം ഇതാണ് എന്ന് പറഞ്ഞ് അവളൊരു വീഡിയോ എടുത്ത് ഇടുമ്പോഴത്തേക്ക് 4 ഇല്ലെങ്കിൽ എന്നെ അറിയാന്നുള്ളവരോ ബാക്കിയുള്ളവരോ എന്നെ പറ്റി എന്താണ് ചിന്തിക്കുന്നത്. വീട്ടിൽ കയറ്റാൻ കൊള്ളൂലാത്തവൻ, അമ്മയും പെങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുത്തനായിട്ടല്ലേ എന്നെ കാണത്തുള്ളൂ. ഇങ്ങനെയുള്ളവരെയൊക്കെ എന്തുവാണ് ചെയ്യേണ്ടത്? സത്യം പറഞ്ഞ ഇങ്ങനെയുള്ളവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയൊക്കെയാണ് മറ്റേ ഒരു കണ്ണാടിയിലൂടെ ഞാൻ എന്തോ പറയാ, ഒരു കണ്ണാടി നമുക്ക് ഇവിടെ 2 മിറർ ഇരിക്കുന്നത് ബാക്കി ഇരിക്കുന്ന നിന്നെയൊക്കെ പോലുള്ളവളെ നോക്കാനോ എടുക്കാനോ അല്ല മൈരേ.
ഈ രണ്ട് സൈഡ് കണ്ണാടി ഇരിക്കണെന്ന് പറഞ്ഞാൽ ബാക്കിൽ പറഞ്ഞ വണ്ടികളെ നോക്കി ഓട്ടിക്കാനുള്ളത്, അല്ലാതെ നിന്റെയൊക്കെ മറ്റതും മറിച്ചതും കാണാനുള്ള ഒരു ഇത് ഞങ്ങൾക്കില്ല. അങ്ങനെ എല്ലാവരും നല്ലവരെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ ആവശ്യമില്ലാതെ ഉന്നയിക്കരുത്, മനസ്സിലായില്ലേ? സത്യമായിട്ട് അത്രയ്ക്ക് വിഷമമുള്ളതുകൊണ്ടാ പറയുന്നത്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ലായിരുന്നു.